നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുനമ്പം സമരം മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നു. ഇപ്പോഴിതാ കേന്ദ്രമന്ത്രി കരൺ തലജെ വലിയ ആരോപണങ്ങളാണ് അവരുന്നയിച്ചിരിക്കുന്നത്. കാലങ്ങളായി മറ്റു മതവിഭാഗങ്ങൾ താമസിച്ചു വരുന്ന സ്ഥലങ്ങൾ, ക്ഷേത്രങ്ങൾ, ക്രൈസ്തവ ദേവാലയങ്ങൾ എന്നിവയിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. ഇത് ലാൻഡ് ജിഹാദാണ്. കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി ശോഭ കരന്തലജെയാണ് ഇപ്പോൾ ശക്തമായ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മുനമ്പം സമരവേദിയിലെത്തിയാണ് അവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയുടെ ഈ ആരോപണങ്ങൾ. പ്രണയം നടിച്ച് മറ്റ് മതവിഭാഗങ്ങളിലെ യുവതീ യുവാക്കളെ ഇസ്ലാമാക്കാൻ ശ്രമിക്കുന്ന ലവ് ജിഹാദ് പോലെയാണ് ഇതെന്നും അവർ ആരോപിച്ചു. മുനമ്പത്ത് വഖഫ് അധിനിവേശത്തിനെതിരെ ഭൂസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സമരപന്തലിലേക്ക് ശോഭ കരന്തലജെ കടന്നുവെന്ന് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് സമാനതകളില്ലാത്ത ആരോപണം. 1954 10,000 ഏക്കറിൽ താഴെ ഭൂമിയുണ്ടായിരുന്ന വഖഫ് ബോർഡിന് ഇന്ന് 38 ലക്ഷം ഏക്കർ ഭൂമിയാണ് കയ്യിലുള്ളത്. ഇതെങ്ങനെ ഉണ്ടായി എന്ന് വ്യക്തമാക്കാൻ ബോർഡ് തയ്യാറാകണമെന്നും അവർ ആവശ്യപ്പെട്ടു. കേരളത്തിൽ മാത്രമല്ല, രാജ്യമാസകലം കർഷകന്റെയും ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശമുന്നയിക്കുന്നു. ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ വ്യാപകമായി നടക്കുകയാണ്. നീതി നിഷേധിക്കപ്പെടുന്നവർക്കൊപ്പം കേന്ദ്ര സർക്കാർ നിലകൊള്ളുമെന്ന് അവർ വ്യക്തമാക്കി. 1950 ഭരണഘടന തയ്യാറാക്കുമ്പോൾ അതിൽ വഖഫ് എന്ന പദം പോലും ചേർത്തിരുന്നില്ല. എന്നാൽ 1954 വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറിയ മുസ്ലിമുകളുടെ ഭൂമി സംരക്ഷിക്കാൻ എന്ന പേരിലാണ് വഖഫ് നിയമം ഉണ്ടായത്. 1995 ഇതിലുണ്ടാക്കിയ ഭേദഗതി അനുസരിച്ച് വഖഫ് മനസ്സിൽ വിചാരിക്കുന്ന ഭൂമിയിൽ അവർക്ക് അവകാശമുന്നയിക്കാം. ഇതിൽ കാലങ്ങളായി ആ ഭൂമിയിൽ താമസിച്ചു വരുന്ന മറ്റു വിഭാഗങ്ങൾക്ക് പരാതി നൽകാൻ ഒരു കോടതിയിൽ പോലും കഴിയുന്നില്ല. എന്നു മാത്രമല്ല, മുസ്ലിങ്ങൾ മാത്രം അംഗങ്ങളായുള്ള വഖഫ് ട്രിബ്യൂണലിനെ മാത്രം ആശ്രയിക്കാമെന്നതുമാണ് ഈ സ്ഥിതിയെന്ന് അവർ പറഞ്ഞു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ മേജർ രവി, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷ് എന്നിവർക്കൊപ്പം സമരവേദിയിലെത്തിയ ശോഭ കരന്തലജെ അക്ഷരാർത്ഥത്തിൽ വേദിയിലുള്ളവരെ പോലും ഞെട്ടിക്കുന്ന തരത്തിലാണ് ഇന്ന് സംസാരിച്ചത്. ഈ ലാൻഡ് ജിഹാദ് ഇന്ത്യയിൽ അനുവദിക്കില്ല എന്നവർ തീർത്തു പറഞ്ഞു. ലോക്സഭയിൽ വഖഫ് ഭേദഗതി പാസ്സാകുന്നതോടെ മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും അവർ വാക്ക് നൽകി. മുനമ്പം സമരപ്പന്തലിലെത്തിയ ശോഭ കരന്തലജെ വഖഫ് ഭീഷണി നേരിടുന്ന കുടുംബങ്ങളുമായി സംസാരിച്ചു. നിങ്ങൾക്കൊപ്പം കേന്ദ്ര മന്ത്രിസഭയുണ്ട് എന്നവർക്ക് വാക്കുകൊടുത്തു. കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ട്. വഖഫ് ഭേദഗതി നിയമം യാഥാർത്ഥ്യമാകുന്നതോടെ നിങ്ങളുടെ കണ്ണീർ തുടയ്ക്കപ്പെടും. കേരളത്തിലെ മന്ത്രിമാർ എന്തുകൊണ്ട് മുനമ്പം നിവാസികളുടെ കണ്ണീർ കാണുന്നില്ല എന്നവർ ചോദിച്ചു. വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാനിലേക്ക് പോയവരുടെ ഭൂമി എങ്ങനെയാണ് വഖഫിലെത്തുന്നത് എന്ന ശ്രദ്ധേയമായ ചോദ്യമാണ് ശോഭ ഉയർത്തിയത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഒരു ചിന്തയിൽ പോലുമില്ലാത്ത വഖഫ് പിന്നീട് 1954 പ്രത്യക്ഷപ്പെട്ടതിന് പിന്നിൽ ചില ദുരൂഹതകളുണ്ട്. രാജ്യത്തെ നിരവധി ക്ഷേത്രങ്ങളും മഠങ്ങളും പള്ളികളുമൊക്കെ വഖഫിന് കീഴിലാണ് എന്നവർ അവകാശവാദം ഉന്നയിക്കുന്നു. ഇത് അനുവദിച്ചു കൊടുക്കില്ല. കർണാടകയിൽ കർഷകരുടെ കയ്യിലുള്ള ഭൂമികൾ പലതും വഖഫ് സ്വന്തം കീഴിലാക്കി. വഖഫ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ വഖഫ് ട്രിബ്യൂണലിനെതിരെ കർണാടകയിലെ ബിജാപൂരിൽ കഴിഞ്ഞയാഴ്ച സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ ഞാൻ പങ്കാളിയായിരുന്നു. 4 ദിവസം പകലും രാത്രിയും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചതോടെ നിരവധി കർഷക ഭൂമികളിലാണ് ഇപ്പോൾ വഖഫ് ഭീഷണിയുമായി കളത്തിലിറങ്ങിയത്. കർഷകരുടെ പേരിലുണ്ടായിരുന്ന പല ഭൂമികളും കഴിഞ്ഞ 6 മാസമായി വഖഫ് സ്വത്തായി കണക്കാക്കുന്ന അപകടകരമായ സാഹചര്യമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. 1995 അന്ന് കേന്ദ്ര സർക്കാർ ഇന്ത്യയോട് ചെയ്ത പാതകം സെക്ഷൻ 40 എഴുതിയിരിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടഘട്ടത്തിലേക്ക് ഇന്ത്യയെ നയിച്ചത്. ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് സ്വത്താണ് എന്ന് അവർ കരുതിയാൽ, ഇനി അഥവാ വിശ്വസിച്ചാൽ പോലും അത് വഖഫ് ഭൂമിയാകും. സാധാരണഗതിയിൽ എന്തെങ്കിലും ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാം. കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെ നിയമ പോരാട്ടങ്ങളും നടത്താം. എന്നാൽ വഖഫ് സെക്ഷൻ 80 പ്രകാരം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ വഖഫ് ട്രിബ്യൂണലിനെ മാത്രമാണ് സമീപിക്കാൻ കഴിയുക. വഖഫ് ട്രിബ്യൂണലിലാണെങ്കിൽ ഇതര മതസ്ഥർ ആരുമില്ല. ന്യൂനപക്ഷ മതവിഭാഗത്തിലെ മറ്റാരും തന്നെ ട്രിബ്യൂണലിലില്ല. മുസ്ലിം മതവിഭാഗക്കാർ മാത്രം ചേർന്നാണ് വഖഫ് ട്രിബ്യൂണലുകളിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവിടെ ഏകപക്ഷീയമായ തീരുമാനങ്ങളല്ലാതെ എന്ത് നീതി ആർക്ക് ലഭിക്കും? കഴിഞ്ഞ 2 ദിവസങ്ങളായി കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെ പ്രസ്താവനകൾ പരിശോധിക്കുമ്പോൾ എല്ലാവരുടെയും മൂട്ടിൽ തീപിടിച്ചിരിക്കുന്നു എന്ന് വ്യക്തം.
ഇവിടെ അച്യുതാനന്ദൻ സർക്കാരിനെ ചിലർ കുറ്റപ്പെടുത്തുന്നു. മുനമ്പം പ്രശ്നം പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ആ കമ്മീഷൻ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് അച്യുതാനന്ദൻ സർക്കാർ അന്ന് അംഗീകരിച്ചത്? അതാണ് പ്രശ്നങ്ങളുടെ മൂലകാരണമെന്ന് വി.ഡി. സതീശൻ പറയുന്നു. പി.കെ. കുഞ്ഞാലിക്കുട്ടി അടക്കം രംഗത്തുണ്ട്. സർക്കാരിന് 10 മിനിറ്റ് മാത്രം മതി പ്രശ്നം പരിഹരിക്കാൻ. എന്നാൽ കേരളത്തിൽ വർഗീയത ആളിക്കത്തിക്കാൻ ഇത് ചിലർ ഉപയോഗപ്പെടുത്തുന്നുവെന്നാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ പറയുന്നത്. യാഥാർത്ഥ്യം മറുവശത്താണ് എന്നവർ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? നിയമസഭയിൽ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പ്രമേയം പാസാക്കിയവർ ഇപ്പോൾ അനുഭവിച്ചോട്ടെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. 2 ദിവസങ്ങൾക്ക് മുൻപ് വഖഫ് ഭൂമി തിരിച്ചുപിടിക്കലുമായി ബന്ധപ്പെട്ട് ചാവക്കാട് മേഖലയിൽ 37 കുടുംബങ്ങൾക്കാണ് വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയത്. ചാവക്കാട് മണത്തല, ഒരുമനയൂർ, ഒറ്റത്തെങ്ങ് കിഴക്ക്, JK മാർബിളിന് പടിഞ്ഞാറ്, തങ്ങൾപ്പടി, പാലയൂർ, ചക്കക്കണ്ടം തുടങ്ങിയ ഇടങ്ങളിലെ കുടുംബങ്ങൾക്കാണ് ഇക്കഴിഞ്ഞ ദിവസം നോട്ടീസ് കൈമാറിയത്. 10 ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കുമെന്നാണ് ഇപ്പോൾ വഖഫ് ബോർഡ് പറയുന്നത്. പുഴയ്ക്കൽ തറവാട്ടുകാർക്ക് ചാർത്തിക്കിട്ടിയ ഭൂമിയിൽ നിന്ന് വില കൊടുത്തു വാങ്ങിയ വീട്ടുകാർക്കുൾപ്പെടെയാണ് വഖഫ് ബോർഡിൽ നിന്നിപ്പോൾ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. വഖഫ് ഭീഷണി നേരിടുന്ന മുഴുവൻ കുടുംബങ്ങളെയും അണിനിരത്തി മുനമ്പം മോഡൽ ജനകീയ സമരത്തിനാണ് ചാവക്കാട് ഒരുങ്ങുന്നത്. ഈ ജനകീയ സമരം തങ്ങൾ ഏറ്റെടുക്കുന്നുവെന്ന് BJP ഔദ്യോഗികമായി അറിയിച്ചു. വയനാട് മാനന്തവാടി തവിഞ്ഞാലിലെ 5 കുടുംബങ്ങൾക്കും വഖഫ് നോട്ടീസ് നൽകി കഴിഞ്ഞു. 5.77 ഏക്കർ വഖഫ് സ്വത്തിൽ 4.7 ഏക്കർ കയ്യേറിയെന്നാണ് നോട്ടീസിൽ ആരോപിക്കുന്നത്. കേരളത്തിലും നിരവധി സ്ഥലങ്ങളിലേക്ക് വഖഫ് നീരാളിപ്പിടുത്തം തുടങ്ങിയെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവങ്ങൾ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തളിപ്പറമ്പിൽ നിന്ന് ചില പ്രതിഷേധങ്ങൾ നമ്മൾ കേട്ടിരുന്നു. കേരളത്തിന്റെ പല പ്രദേശങ്ങളിലേക്കും വഖഫ് ബോർഡ് തങ്ങളുടെ അവകാശവാദവുമായി ഒരു വശത്ത് നീങ്ങുന്നു. മറുവശത്ത് മുനമ്പം സമരം ഓരോ ദിവസവും ആളിക്കത്തുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. BJP അക്ഷരാർത്ഥത്തിൽ കളം പിടിക്കുന്ന കാഴ്ച ഇടത് വലത് മുന്നണികളെ ഞെട്ടിച്ചിരിക്കുന്നു. സംഭവം പരമാവധി കൊഴുപ്പിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് നമുക്ക് തോന്നിപ്പോകും. ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു ചെറുവിരൽ പോലും പിണറായി വിജയൻ സർക്കാർ ഒരു വശത്ത് അനക്കുന്നില്ല. ലാൻഡ് ജിഹാദ് എന്ന പ്രയോഗവുമായി സാക്ഷാൽ കേന്ദ്രമന്ത്രി തന്നെ ഇപ്പോൾ കളത്തിലിറങ്ങി കളം നിറഞ്ഞിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി BJP നേതാക്കൾ മുനമ്പം സമരപ്പന്തലിലെത്തിയിരുന്നു. സുരേഷ് ഗോപിയും ശോഭാ സുരേന്ദ്രനും അടക്കം വലിയ നേതൃനിരയാണ് മുനമ്പത്തേക്ക് എത്തിയത്. ഇപ്പോഴിതാ മുനമ്പം സമരവേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന മെത്രാന്മാരും ഇതുതന്നെ ആവർത്തിക്കുന്നു. ഞങ്ങൾക്ക് BJPയിൽ വിശ്വാസമുണ്ട്. ശോഭ കരന്തലജെ ഇന്നലെ സമരപ്പന്തലിലെത്തിയപ്പോൾ കൊല്ലം രൂപതാ മെത്രാൻ ഡോക്ടർ ആന്റണി മുല്ലശ്ശേരിയും അവിടെ എത്തിയിരുന്നു. സമരക്കാരുമായി അദ്ദേഹം സംസാരിക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്നലെ തലശ്ശേരി രൂപതാ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയും സമരപ്പന്തലിലെത്തി. ഈ സമരം വിജയിക്കും വരെ ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് സമരക്കാർക്ക് ശക്തി പകർന്നു. BJPയോട് കേരളത്തിലെ മെത്രാന്മാർ അടുക്കുന്നുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്ത്യൻ സമുദായം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ ഉറ്റുനോക്കിയിരിക്കുന്ന കാഴ്ച മറുവശത്ത്. ശക്തമായ നീക്കങ്ങൾ. അതുകൊണ്ട് തന്നെ മുനമ്പം സമരം മറ്റൊരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.